അങ്ങനെ സെപ്റ്റംബർ 14-ന് എന്റെയും ശമ്പൂട്ടിന്റെയും കല്യാണമായിരുന്നു. കുറച്ചധികം തിരക്കുകൾ കാരണം വീഡിയോ ഇടാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അതുകൊണ്ട് തന്നെ നമുക്ക് തലേന്നേ പോകണമായിരുന്നു. തലേന്ന് രാവിലെ വീടിനടുത്തുള്ള അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. പിന്നെ കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുന്നായിരുന്നു മാമന്റെ മരണം. അതുകൊണ്ട് വീട്ടിൽ ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടമ്പലത്തിലും പോയി വരുമ്പോഴേക്കും വീട്ടിലെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂറോളം യാത്രയുണ്ട് ഗുരുവായൂരേക്ക്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ എത്തൂ. മാമൻ മരിച്ചത് കാരണം എല്ലാവർക്കും ഒന്നും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോവാനാകുമ്പോഴേക്ക് അരിയുടെ ചടങ്ങ് തുടങ്ങി. ഈ ഒരു ചടങ്ങ് എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അരിയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10:30 മണിയാകുമ്പോഴേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളെല്ലാവരും ബസ്സിനാണ് പോകുന്നത്. എന്റെ ഫാമിലിയിൽ നിന്ന് ഏകദേശം 35-40 പേരുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഗുരുവായൂരേക്ക് എത്തി. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഡിറ്റോറിയത്തിന്റെ എൻട്രൻസിൽ നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ഒരു രക്ഷയില്ല, അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ ഗുരുവായൂരേക്ക് തൊഴാൻ പോയി. പിറ്റേന്ന് രാവിലെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ 1:30-ക്ക് എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മൾ രാവിലത്തെ ടോക്കൺ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 6:45-7 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ മണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും തിരക്കായിട്ട് കൂടി നമുക്ക് വേഗം അമ്പലത്തിൽ പോയി താലി കെട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷത്തിലായിരുന്നു നമ്മൾ രണ്ടുപേരും. നമ്മുടെ 6 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ദിവസം. അങ്ങനെ നമ്മളെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ നിന്ന് ഈ തിരക്കുകൾ കാരണം എനിക്ക് സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ടോട്ടൽ 3 സാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് അടിപൊളിയായിട്ട് കല്യാണം നടന്നു. അപ്പോൾ എൻ്റെ വെഡിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.